ഹായ്, ഇന്ന് ഈ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു 2 ടയറായിട്ടുള്ള ഫ്രോക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ഇഷ്ടം തോന്നിയപ്പോൾ ആ മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ മെഷർമെൻറ്റ്സ്. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മെഷർമെൻറ്റ്സ് നമ്മൾ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തുണിയുടെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നമ്മൾ നെക്ക് അടിച്ചിട്ട് തിരിച്ചിട്ടെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ലൈനിങ് വെച്ച് അടിച്ച് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടിൻ്റെയും കൂടെ ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം 2 ടയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയൽ ചുരുക്കിയിട്ട് ഇതിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോണത്. ശരിക്കും ഇതിൻ്റെ ഫുൾ വീഡിയോസൊന്നും എനിക്ക് എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ആദ്യം ഇത് കുറച്ച് വെട്ടി വെച്ച് കുറച്ച് തയ്ച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാക്കി തയ്ക്കുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്രയും കിട്ടിയ ക്ലിപ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഫിനിഷ് ചെയ്ത് വെച്ചു. ഇനി 2 പാർട്സായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചുരുക്കിയിട്ട് പിടിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. ആദ്യത്തെ പാർട്ട് അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നതിന് പകരം ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ ചുരുക്കായിട്ട് വലിച്ച് അത് ഫുള്ള് ചുരുക്കിയിട്ടെടുത്ത് അങ്ങനെയാണ് ആദ്യത്തേത് ജോയിൻ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ ടയർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ അതിലേക്ക് പ്ലേറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുത്ത് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഇത് ഫുൾ അറ്റാച്ച് ചെയ്തെടുത്തു. ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. സ്ലീവ്സ് കൊടുത്തിട്ടില്ല. സ്ലീവ്സിന് പകരം വെറുതെ ഫ്രിൽസ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഫീഡിങ് ഓപ്ഷൻ വേണ്ടതുകൊണ്ട് ഞാൻ അവിടെ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിളും ആണ്.